ഇവിടെ തിടമ്പേറ്റാൻ ഇത്തവണ എത്തുന്നത് തൃക്കടവൂർ ശിവരാജുവാണ്. ഒരുപാട് ഫാൻസ് ഉള്ള ആനയാണ്. ഈ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനൊക്കെ പൂരത്തിന് പോയിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന് ആ തെക്കേ ഗോപുരനട തള്ളി തുറന്ന് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ്റെ ഒരു വരവുണ്ട് ഇങ്ങോട്ട്, ഇങ്ങനെ ഇളകി ഒരു വരവ്. അത് അതിമനോഹരമായ ദൃശ്യങ്ങളാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ആവേശവും ആരവവും നമ്മൾ കാണുന്നതാണ്. ഇവിടെയും അതുപോലെ തന്നെ ഈ തൃക്കടവൂർ ശിവരാജു എന്ന് പറയുമ്പോൾ ഈ കോന്നിയിൽ നിന്നാണ്, കോന്നി റേഞ്ചിൽ നിന്നാണ് ഒരു വാരിക്കുഴിയിൽ വീണ് ഈ ആനയെ കിട്ടുന്നത്. പിന്നീട് ഇവനങ്ങ് കളറായി വിരിഞ്ഞങ്ങ് നിൽക്കുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ഉള്ള ആനകളിൽ ഏറ്റവും തലയെടുപ്പുള്ള ആന എന്ന് മാത്രമല്ല നല്ല ഉയരം, വിരിഞ്ഞ ചെവി എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുറം പോലെയുള്ള ചെവി എന്നൊക്കെ പറഞ്ഞാൽ ഇവനിങ്ങനെ ആട്ടി നിൽക്കുന്ന കാണാൻ തന്നെ രസം. അപ്പോൾ ഗജരാജ പട്ടം നൽകി ഈ ആനയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗജരാജ മുത്താണ് ഇങ്ങ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ആന ഇവിടേക്ക് വരുന്നു എന്നുള്ള ഈ ആറ്റുകാൽ ഇതിൻ്റെ പോസ്റ്റുകളും മറ്റുമൊക്കെ ഫേസ്ബുക്കിലൊക്കെ വരുമ്പോൾ ഈ ആനയുടെ ചിത്രം വെച്ച് ശിവരാജുവിന് സ്വാഗതം എന്ന് എഴുതിയ ഫ്ലെക്സുകളൊക്കെ നമുക്ക് വഴിയിൽ കടന്നു വരുന്ന വഴിയിൽ കാണാൻ കഴിയും. കേരളത്തിൽ മാത്രമാണ് നമുക്കിങ്ങനെ ഒരു മൃഗത്തിന്, അതും ആനയ്ക്കൊക്കെ ഇത്രയധികം ഒരു ഹീറോ പരിവേഷം, താരപരിവേഷമൊക്കെ കിട്ടുന്നത് അത് മലയാളികൾക്കിടയിൽ മാത്രമായിരിക്കും. സിനിമാ നടന്മാർക്ക് കിട്ടുന്ന പോലത്തെ ഫാൻ സ്പേസ് അല്ല ഇവർക്കുള്ളത്. ഇവരുടെ ഒരു ചിത്രം പോലും വലിയ തോതിൽ ആഘോഷിക്കപ്പെടുകയാണ്. ഇനിയിപ്പോൾ ഈ ആനയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെ നമ്മൾ പറയുകയാണ്. സമൂഹമാധ്യമത്തിൽ അക്കൗണ്ടുകളുണ്ട് ഇവർക്ക്, അതാണ് രസം. അതിന്റെ ഫോളോവേഴ്സ് കോന്നി സുരേന്ദ്രൻ, തൃക്കടവൂർ ശിവരാജൻ, ഇങ്ങനെ ഓരോ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഒരു ഉത്സവത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മൂലം രാമേന്ദ്രനെ പങ്കെടുപ്പിക്കണോ, തിടമ്പേറ്റാൻ രാമേന്ദ്രൻ വരണോ, ഈ തെക്കേ ഗോപുരനട ഇങ്ങനെ തള്ളി തുറക്കാൻ രാമേന്ദ്രൻ തന്നെ നിർബന്ധമാണോ എന്നൊരു ചോദ്യമൊക്കെ വന്നിരുന്നു. കുറച്ച് വയ്യാകിയൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കോടതിയിലൊക്കെ അതിൻ്റെ ചില കേസുകളും മറ്റുമൊക്കെ പോയി. അപ്പോഴാണ് നമ്മൾ ഇവരുടെ സംവിധാനം കാണുന്നത്. അവർ ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കന്മാർക്ക് വേണ്ടി ഇത്രയധികം ഫാൻസ് ഇങ്ങനെ ഇറങ്ങുമോ എന്ന് സംശയമുണ്ട്.